ആരാ പറഞ്ഞത് ബി ജെ പിയുടെ നേതാക്കന്മാർ ഭാഷ സംസാരിക്കുന്നതിൽ മെച്ചമല്ലെന്ന്? ഞാൻ ആ കണക്കൊന്നും നിരത്തുന്നില്ല. ബി ജെ പി നേതാക്കന്മാരെക്കുറിച്ച് പണ്ടൊക്കെ തന്നെ ഒരുപാട് പരിഹസിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ തന്നെ മാറിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. ഇതിലപ്പുറം പരിഹാസം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തോറ്റ പാർട്ടിയില്ല കേരളത്തിൽ. ഞാനൊക്കെ തോറ്റതുപോലെ ആരും തോറ്റിട്ടില്ല. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ എങ്ങനെയായിരിക്കും? കേരളത്തിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബി ജെ പിയാണ്. നിയമസഭയിൽ ബി ജെ പി ചരിത്രം സൃഷ്ടിക്കും. ശരിക്കും ബി ജെ പി നേതാക്കൾക്ക് ബീഫിനോടൊരു വിരോധമുണ്ടോ? എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്ന്. എനിക്കറിയില്ല. ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. ഭക്ഷണം ഏത് ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത് അത് അവർക്ക് അവിടെ കിട്ടുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത്രയും ഈ 5 വർഷം പിണറായി വിജയനെ സമ്പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവ്? ഈ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്നേ രാജിവെച്ച് പോയേനെ. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ 10-15 വർഷമൊന്നും വേണ്ട, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് സാധിക്കും. സ്പായുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലായാലും കോർപ്പറേഷൻ്റേതായ പരിമിതമായ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഇടപെടേണ്ട കാര്യങ്ങളിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നാൽ ഞങ്ങൾ ഇടപെടും. അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് അസ്വസ്ഥതകൾ. നമ്മൾ സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് പ്രവർത്തിച്ചു പോയാൽ ബാക്കി കാര്യങ്ങൾ പ്രകൃതി നമുക്ക് നൽകും. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച് പോകുമ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് നമ്മളോട് താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സുരേഷ് ഗോപിയോടുള്ള അസൂയുണ്ട്. എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ താങ്കൾക്ക് എപ്പോഴെങ്കിലും? സുരേഷ് ഗോപി മാത്രമല്ല, നരേന്ദ്രമോദി ടാർഗറ്റ് ചെയ്തില്ലേ? തിരുവനന്തപുരം മേയർ വി രാജേഷാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് സജീവമായി വൈറലാവുന്നുണ്ട്. അതിൽ പറയുന്നത് ഏകദേശം നമുക്ക് 6ഓളം കോർപ്പറേഷൻ ഉണ്ട്. പക്ഷേ നമുക്കറിയാവുന്നൊരു മേയർ എന്ന് പറയുന്നത് ഇപ്പോൾ വി രാജേഷാണ്. കേരളത്തിൽ ഒട്ടാകെ അറിയപ്പെടുന്നൊരു മേയർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എല്ലായിടത്തും മേയറുണ്ട്, പക്ഷേ നമ്മളറിയുന്നത് വി രാജേഷിനെയാണ് കൂടുതൽ. അല്ല, ഒന്ന് തിരുവനന്തപുരം ആയതുകൊണ്ടായിരിക്കും, സ്റ്റേറ്റ് ക്യാപിറ്റൽ. അല്ലാതെ മറ്റൊന്നും ഞാനതിൽ കാണുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയ പല തരത്തിലുള്ള വാർത്തകളും കൊടുക്കാറുണ്ട്. ഒരു കൗതുകത്തിലൊക്കെ അവർ പലതും കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ക്യാപിറ്റൽ ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ വാർത്തകൾ വരുന്നതെന്നാണ് ഞാൻ. പിന്നെ അതിലപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പിന്നെ ചില ഇടങ്ങളിലൊക്കെ കാണുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ കൂടുതൽ വി രാജേഷ് എന്ന മേയറെ ബൂസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തോട് മാത്രം കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെയുണ്ടോ? മാധ്യമങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ? മാധ്യമങ്ങൾ പിന്നെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിൽ ഒരു കാര്യം തോന്നിയത്, തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്നു. അപ്പോൾ നടത്തിയ ഒരു റിസർച്ചിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു തദ്ദേശ സ്വയംഭരണ, അതായത് ഞാനെപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്നത് തദ്ദേശ സ്ഥാപനത്തിനാണ് ഓരോ ദിവസവും. അപ്പോൾ അത് കൗൺസിലറായി ജയിച്ചു വന്നപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു പഠനം നടത്തി. ഞങ്ങളൊക്കെ കൂടുതൽ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്, പാർട്ടിയുടെ പ്രവർത്തനം. ഒരു ഭരണരംഗത്തേക്ക് വരുന്ന ആദ്യമാണല്ലോ, അപ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. നമ്മളൊന്നും MLA മാരൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു പഠനം നടത്തിയപ്പോഴേക്കും കിട്ടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സിറ്റിയൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അറിയാമായിരുന്നു, നന്നായിട്ട് തറവായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഉണ്ട്, സാഹചര്യങ്ങളൊക്കെ ഒന്ന് അനുകൂലമാക്കിയെടുത്താൽ പരിഹരിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് നിന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ചില സ്ലോഗൻസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ വച്ച കാര്യങ്ങൾ 1 by 1 ആയിട്ട് പരിഹരിക്കാൻ ഉള്ളൊരു പരിശ്രമം നടത്താം. ഞാൻ പൂർണ്ണമായിട്ട് പരിഹരിച്ചൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ അത് മാധ്യമങ്ങൾക്ക് താല്പര്യം വന്ന് കാണും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ 2 മാസം പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതിനു മുൻപ് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ തന്നെ രാത്രി 10 മണി ആവുകയാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോഴേക്കും രാത്രി 10 മണി ആവുകയാണ്. ഇനി താങ്കളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു 2 മണിക്കൂർ ഇവിടെ ജോലിയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കൗൺസിലർ ഇപ്പോൾ പുറത്തുനിന്നകത്തോട്ട് വന്നിരിക്കുക ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു അധ്വാനം നടത്തുമ്പോഴേക്കും കിട്ടുന്ന ഒരു പ്രാധാന്യമുണ്ട്. അത് മാധ്യമങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. അതിലപ്പുറം മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ആദ്യം തന്നെ തുടക്കത്തിൽ താങ്കൾ സ്ഥാനമേറ്റ് ആദ്യം തന്നെ നടക്കുന്നൊരു ഫൈറ്റ് എന്ന് പറയുന്നത് മന്ത്രി ഗണേഷ് കുമാറുമായിട്ടുള്ളൊരു ഫൈറ്റാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോഴും ആ ഫൈറ്റ് ഉണ്ടോ, അതോ അത് സമാധാനപരമായോ? ഫൈറ്റെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളോട് ജനങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് തെരുവ് നായയുടെ പ്രശ്നമാണ്, മറ്റൊന്ന് ഇട റോഡുകളിലൂടെ ചെറിയ ബസ് ഓടിയാൽ നന്നായിരിക്കുമെന്ന് സാധാരണക്കാരായ ആൾക്കാർ പറഞ്ഞു. അപ്പം ഞാനത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മേയറായപ്പോഴും പരിഹരിക്കാൻ ആദ്യം ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ചോദിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ ഈ ചെറിയ ബസ്സിൻ്റെ കാര്യത്തിൽ കോർപ്പറേഷന് ഒരു റൈറ്റുണ്ട്, ഇവിടെ അതിന് എഗ്രിമെൻറ്റും ഉണ്ട്. അപ്പോൾ
ഞാൻ അക്കാര്യങ്ങൾ പറയുകയായിരുന്നു. അതൊരു ഫൈറ്റ്, മാധ്യമങ്ങൾ ചിലപ്പോൾ ഒരു വാർത്തയുടെ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി ഫൈറ്റ് എന്നൊക്കെ ഉള്ള അല്ലെങ്കിൽ കൊടുത്തതാണ്. പക്ഷേ ഒരു ഫൈറ്റും അല്ല, 2 ആശയവിനിമയങ്ങൾ നടന്നു. ഇതാ ഇപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ഇന്ന് രാവിലെ ഞങ്ങൾ നെടുങ്കാടെന്ന് പറയുന്ന വാർഡിൽ, ബീന കൗൺസിലറായിട്ടുള്ള നെടുങ്കാടെന്നുള്ള വാർഡിൽ ഇലക്ട്രിക് ബസ് പൂജിച്ചിറക്കുന്നതിൻ്റെ ഫോട്ടോയാണ് ഈ ഇരിക്കുന്നത് ഇന്ന് രാവിലെ. അപ്പം ബസ് ഓടി തുടങ്ങി. അപ്പം കൊടുങ്ങാനൂർ എൻ്റെ വാർഡിൽ ബസ് ഓടി, ഈ വാർഡിലോടി, 23 വാർഡുകളിൽ ബസ് ഓടി തുടങ്ങുകയാണ്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഫൈറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ ആവശ്യപ്പെട്ട ന്യായമായ ആവശ്യം നേടിയെടുത്ത് അവർക്ക് സന്തോഷം പകരുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ പ്രഥമ കർത്തവ്യം. ഓടുന്നതിൽ ഒരു പിശക് പറ്റിയിരുന്നു എന്ന് തന്നെയാണോ പറയുന്നത്? എന്ന് പറയുമ്പോൾ മനസ്സിലായല്ല. ഇതിപ്പോ പറഞ്ഞല്ലോ റോഡുകളിൽ ഓടുന്നതിനെ പറ്റി. അപ്പൊ ആ സമയത്ത് അത് ഇല്ലാതെ പോവുക എന്ന് പറയുന്നത്, അതായത് നേരത്തെ ബസ് ഈ റോഡിലൊക്കെ ഓടിയിരുന്നു. KSRTCയിലെ വേറെന്തോ ഒരു കണക്കൂട്ടലിൻ്റെയോ അവരുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്താണെന്ന് എനിക്കറിയില്ല, ഞങ്ങളത് അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല അത് KSRTC അവകാശമാണ് തീരുമാനം എടുക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ ബസ്സുണ്ടായിരുന്നു, ആ ബസ്സുകൾ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ഞങ്ങൾക്കുണ്ടാകും ജനങ്ങൾ പറയുന്നു. അക്കാര്യങ്ങൾ KSRTC ധരിപ്പിച്ചു. അത് KSRTC ബോധ്യമായി, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ബോധ്യമായി, ബസ് വിടാനായിട്ട് തയ്യാറായി. അത്രയേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ പറയുന്നത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന മേയർ എന്നുള്ളതാണ്. അതിലാദ്യമായി പറയുന്നത് ഇപ്പം പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ഫ്ലെക്സുകൾ വെച്ചതിന് BJP നേതാക്കൾക്കെതിരെ ഉണ്ടായിരുന്ന നടപടിയും, അതുപോലെ തന്നെ ഈ സ്പാ പിടിച്ചെടുത്തതുമായി അവിടെ അന്വേഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് അതൊരു BJPയുടെ നേതാവിൻ്റേതായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന, സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ പോലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു മേയർ എന്നുള്ള പ്രതിച്ഛായ പൊതുവിലുണ്ടല്ലോ. അപ്പം ഞാൻ, അതായത് ഇപ്പോൾ സ്പായുടെ കാര്യത്തിൽ ഒരു കുട്ടി വിളിച്ചിട്ട് അവർക്കുണ്ടായ ഒരു അനുഭവം കംപ്ലയിൻറ്റ് പറയുന്നു. എന്നിട്ട് ഈ സമയത്തും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംസാരിക്കുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നു, അവർ പോയി പരിശോധിക്കുന്നു. അതിപ്പോൾ അതിലെ അപ്പുറം കാര്യങ്ങൾ ഞാൻ അപ്പോഴും ഇപ്പോഴും കടന്നിട്ടില്ല. ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ്. പിന്നെ ആ ഉദ്യോഗസ്ഥരുടെ മേൽ ഞങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയോ അനാവശ്യമായി അവരെ ജോലിയിൽ നിന്ന് തടയുകയോ കമ്പൽ ചെയ്യുകയോ ചെയ്യാറില്ല. അവർ ചെയ്യട്ടെ, അവർ ചെയ്യുന്നതിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ വരും, അപ്പോൾ ഞങ്ങൾ ആക്ഷൻ എടുക്കും. അല്ലാത്തടത്തോളം കാലം അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഞങ്ങൾ ഇടപെടില്ല. നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും, ബാക്കി ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടത്. എന്നാൽ ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഭരണമല്ല, ഭരണം നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ്. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്പാകളിൽ അന്വേഷണം നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടായി മറ്റ് സ്പാകൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തപ്പെടുന്ന സ്പാകളിലേക്ക്? തീർച്ചയായിട്ടും നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഏത് സ്ഥാപനവും നടത്താം. അതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളതിൽ കോർപ്പറേഷൻ ഇടപെടേണ്ട കാര്യം ഞങ്ങൾ ഇടപെടും. അത് തീർച്ചയായിട്ടും തീരുമാനം തന്നെയാണ്. അത് അതിൻ്റെ സ്പായുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലായാലും കോർപ്പറേഷൻ്റേതായ പരിമിതമായ അധികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഇടപെടേണ്ട കാര്യങ്ങളിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നാൽ ഞങ്ങൾ ഇടപെടും. അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. കൂടുതൽ എന്തെങ്കിലും പരാതികൾ ഈ സ്പാകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്? ഇപ്പോഴല്ല, നേരത്തെയും ഇപ്പോഴൊക്കെ തന്നെ ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. പരാതികളായിട്ട് വിളിച്ചു പറഞ്ഞ ഇക്കാര്യം മാത്രമേ ഉള്ളൂ. ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഫ്ലെക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെ ഈ BJP നേതാക്കൾക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടോ? ഞങ്ങളുടെ മേയർ ഞങ്ങൾക്കെതിരെ തന്നെ കേസെടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയുള്ള പാർട്ടി. ഞാനിപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ചില ചർച്ചകൾ കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ബഡ്ജറ്റിൻ്റെ ചില ചർച്ചകൾ, ചില ആശയങ്ങൾ പങ്കുവച്ചിട്ടാണ് വന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. ഭരണത്തിന് പാർട്ടിയുടെ സിസ്റ്റമുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു സ്പീച്ച് താങ്കൾ നടത്തിയ ഒരു ഇംഗ്ലീഷ് പ്രസംഗം, താങ്കൾ ഇംഗ്ലീഷ് മീഡിയയ്ക്ക് കൊടുത്ത ചില ബൈറ്റുകൾ, അതായത് അവർക്ക് നൽകിയ ചില സംഭാഷണങ്ങളൊക്കെ ഭയങ്കര വൈറലാണ്. അതിൽ പറയുന്നത് BJP നേതാവായിട്ട് ഭയങ്കരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അങ്ങനെ BJP നേതാക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ BJP നേതാക്കളെ പൊതുവെ അങ്ങനെയാണോ വിലയിരുത്തുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അത്ഭുതകരമായ കാര്യമാണെന്നോ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തവർ കുറവാണെന്നും ഞാൻ കാണുന്നില്ല. പിന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോടും അവരാണ് ലോകത്തിൽ ഏറ്റവും മികച്ചവരെന്നോ, ഭാഷ പലതരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാനതിനെ കാണുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ്. പിന്നെ ഇത് ആരാ പറഞ്ഞത് BJPയുടെ നേതാക്കന്മാർ ഭാഷ സംസാരിക്കുന്നതിൽ മെച്ചമല്ലെന്ന്? ഞാൻ ആ കണക്കൊന്നും നിരത്തുന്നില്ല. BJP നേതാക്കന്മാർ വളരെ നന്നായിട്ട് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിരവധി നേതാക്കന്മാർ BJPയിലുണ്ട്. അപ്പോൾ
BJP നേതാക്കന്മാരെക്കുറിച്ച് പണ്ടൊക്കെ തന്നെ ഒരുപാട് പരിഹസിക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ തന്നെ മാറിയിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളൊന്നും കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ഇതും തോന്നില്ല. പിന്നെ ഞാൻ സംസാരിച്ചത് അത് നമുക്കുള്ള അറിവ് വെച്ചിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയേണ്ട രീതി പറയുമെന്നുള്ളതിൽ അപ്പുറമൊന്നും ഞാനതിൽ കാണുന്നില്ല. ഇപ്പോൾ മേയറായതിനു ശേഷം നടത്തുന്ന പല പ്രവർത്തനങ്ങളും വാർത്താ പ്രാധാന്യം അർഹിക്കുന്നതും അതുപോലെ തന്നെ താങ്കളിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്ന തരത്തിലേക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം തന്നെ താങ്കളുടെ ഒരു പരിപാടിയിൽ ഞാൻ പോകുമ്പം സെൽഫി എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മേയർ അടുത്തേക്ക് ഇത്രയും ആളുകളൊക്കെ വന്ന് ചേരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു സ്വീകാര്യത എന്തുകൊണ്ടാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്? അതിപ്പോൾ ഞാൻ അക്കാര്യങ്ങളിൽ അങ്ങനെ റിസർച്ച് ഞാൻ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് ഗവൺമെൻറ് വാഹനം തന്നിട്ടുണ്ട്. 2 ഡ്രൈവർമാരെ തന്നിട്ടുണ്ട്. 1 അല്ല 2 പേര് തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്ര സമയമോളം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്റ്റാഫുണ്ട്. ഒരു പൊതുപ്രവർത്തകന് ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുവാനുള്ള ആവശ്യത്തിനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ തന്നിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള അംഗീകാര സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ലഭിക്കുമ്പോൾ നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട സമൂഹത്തിനായിരിക്കണം. സമൂഹത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണുകളിൽ അതിൻ്റെ തിളക്കമുണ്ടാകണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ താങ്കൾ കേട്ടോന്നറിയില്ല, പിന്നെ നേച്ചർ ഈസ് പവർഫുൾ എന്ന ഒരു വാക്യമുണ്ട്. അതായത് നമ്മൾ സത്യസന്ധമായിട്ട് സുതാര്യമായിട്ട് പ്രവർത്തിച്ചു പോയാൽ ബാക്കി കാര്യങ്ങൾ പ്രകൃതി നമുക്ക് നൽകും. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച് പോകുമ്പോൾ ഒരുപക്ഷെ ജനങ്ങൾക്ക് നമ്മളോട് താല്പര്യം ഒരു സ്വീകാര്യത ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അല്ല, പാർട്ടി ചുമതലയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി നമ്മളെ ഈ ചുമതലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പറഞ്ഞിട്ടുള്ള പ്രവർത്തിക്കേണ്ടത് എല്ലാ മാനദണ്ഡങ്ങളും മാറ്റി വെച്ചിട്ട് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയായിരിക്കണം. നരേന്ദ്രമോദിജി പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. അടൽ ബിഹാരി വാജ്പേയി ആ മാതൃകയായിരുന്നു. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും എക്സെപ്ഷണൽ കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം, രാഷ്ട്രീയമല്ലേ. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം തന്നെ അതാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി. ഫസ്റ്റ് രാജ്യം, അത് കഴിഞ്ഞിട്ടേ പാർട്ടിയും മൂന്നാമതേ വ്യക്തിയേ ഉള്ളൂ. അതുപോലെ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ സമയത്ത് താങ്കളെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞൊരു വിവാദം, അത് കഴിഞ്ഞായിരുന്നു താങ്കളെ വന്ന് ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രമൊക്കെ ഭയങ്കര വൈറലാണ്. അതിന് എന്തായിരുന്നു? താങ്കൾ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ വലിയ രീതിയിൽ അത് വാർത്തയായി മാറുകയായിരുന്നു, താങ്കളെ ക്ഷണിച്ചില്ല പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി എനിക്ക് 2010 അറിയാം. 2010 അദ്ദേഹം 2014 അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് അദ്ദേഹം 2013 അവസാനം കേരളത്തിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അന്ന് മുതൽ അദ്ദേഹത്തെ കേരളത്തിൽ സ്വീകരിക്കുന്ന ഏറെക്കുറെ എല്ലാ തിരുവനന്തപുരത്ത് വരുന്ന ഏറെക്കുറെ എല്ലാ പരിപാടികളും സ്വീകരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ഞാനാണ്. അതിനുശേഷം അവരോടൊപ്പം ഒക്കെ തന്നെ പുറകിൽ കാറിലൊക്കെ യാത്ര ചെയ്യണം. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അപ്പോൾ VVIP വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രോട്ടോക്കോൾ പ്രശ്നങ്ങളും എനിക്കറിയാം. പ്രധാനമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം 2 വേദികളിലാണ് പരിപാടി പങ്കെടുത്തത്. ഒന്ന് റെയിൽവേയുടെ പരിപാടി, രണ്ടാമത് പാർട്ടിയുടെ പരിപാടി. രണ്ടും ഒരേ മൈതാനത്ത്. പ്രധാനമന്ത്രി എയർപോർട്ടിൽ നേരെ പ്രോഗ്രാം വേദിയിലേക്കാണ് വരുന്നത്. അദ്ദേഹത്തോടൊപ്പം ആ 2 പരിപാടികളും സ്റ്റേജിലുള്ള ആളാണ് ഞാൻ, ലിസ്റ്റിലുണ്ട്. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഞാനിപ്പോൾ എയർപോർട്ടിൽ അദ്ദേഹത്തെ മേയർ സ്വീകരിക്കാൻ പോയാൽ അദ്ദേഹത്തിൻ്റെ വാഹനം മുൻപിൽ പോകും. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ കഴിഞ്ഞാൽ ഒരു 15 വാഹനം ഏറ്റവും കുറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുറകിൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ആ 15 വാഹനം കഴിഞ്ഞിട്ട് അടുത്ത പോകുന്നത് ഗവർണറുടെ വാഹനമാണ്. ഗവർണറുടെ വാഹനത്തോടൊപ്പം ഒരു 15 വാഹനം ഉണ്ടാവും. അപ്പോൾ എത്രയായി? 32 വാഹനമായി. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാഹനം ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ വാഹനത്തോടൊപ്പം 20 വാഹനം ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 40-50 വാഹനങ്ങളുണ്ട്. ഈ 50ാമത്തെ വാഹനത്തിൻ്റെ പുറകിലാണ് എനിക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പുത്തരിക്കണ്ട മൈതാനത്തുമ്പോൾ ഞാനൊരു 1.5 കിലോമീറ്റർ പുറകിലായിരിക്കും. ഇതാണ് പ്രോട്ടോക്കോൾ. അപ്പോൾ എനിക്ക് പ്രധാനമന്ത്രിയോടൊപ്പം വേദികളിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, പാർട്ടി തലത്തിൽ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനം. എന്നിട്ടാണ് ഗവൺമെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. VV രാജേഷ് പങ്കെടുക്കേണ്ടത് പുത്തരിക്കണ്ട മൈതാനത്തിലെ 2 സ്റ്റേജുകൾ. അതുകൊണ്ട് എന്തുണ്ടായി? സംഘടനാപരമായിട്ടുണ്ടായ ഗുണം, പ്രധാനമന്ത്രിയോടൊപ്പം 2.5 മണിക്കൂർ എനിക്ക് 2 വേദികളുമായിട്ട് ചെലവഴിക്കാൻ സാധിച്ചു. വ്യക്തിപരമായിട്ട് ഒരു 3-4 മിനിറ്റ് അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അതെന്താ ഒരു ആശംസ എന്തായിരുന്നു ശരിക്കും തിരുവനന്തപുരം പിടിച്ചപ്പോഴുള്ള ഒരു ആശംസ എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, പിന്നെ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരിക. അതിന് സാധിക്കും. അതേ ഒരു ഉദാഹരണം പറഞ്ഞു. അഹമ്മദാബാദ് കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ച് 15ാമത്തെ വർഷം ഗുജറാത്തിൻ്റെ ഭരണം കിട്ടി.
അപ്പോൾ ഒരു 10 വർഷം കൊണ്ട് തന്നെ ഗുജറാത്തിൻ്റെ ഭരണം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറി. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല BJP. അപ്പോൾ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയാൽ 10-15 വർഷമൊന്നും വേണ്ട, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് സാധ്യത. അതുപോലെ BJP പിടിച്ചപ്പോൾ വന്ന ഒരു ഈ ട്രോളുകളെ പറ്റി പറയുമ്പോൾ വന്നൊന്നാണ് ചാണകത്തിൽ ചവിട്ടി തിരുവനന്തപുരത്ത് ചാണകം വീണു, ഇങ്ങനെയുള്ള കമൻസുകൾ ഉണ്ടല്ലോ, അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഇതിലപ്പുറം പരിഹാസം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ തോറ്റ പാർട്ടിയില്ല കേരളത്തിൽ. ഞാനൊക്കെ തോറ്റതുപോലെ ആരും തോറ്റിട്ടില്ല. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ ജയിച്ച് നിന്നിട്ട് ഞങ്ങൾ ഒരിക്കൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് വാജ്പേയിയെ പരിഹസിച്ചില്ലേ? അടൽ ബിഹാരി വാജ്പേയിയെ പരിഹസിച്ചു. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയെ കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതും പോലെ ആരെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരിഹസിച്ചിട്ടില്ല. ഈ പരിഹാസമൊക്കെ കേട്ടപ്പോഴേക്കും ഞങ്ങൾ എന്താ ചെയ്ത്, പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടേയിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നോക്കി മുന്നോട്ട് നടന്നുകൊണ്ട്. അപ്പോൾ ഇപ്പോഴും പരിഹസിക്കുന്നവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം മാത്രം നോക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പരിഹസിച്ചവിടെ നിന്ന് എവിടെ നിൽക്കുന്നു, ഞങ്ങൾ എവിടെ നിൽക്കുന്നു. ശ്രീരേഖയായിട്ട് എന്താണ് പ്രശ്നം? ഇപ്പോൾ പറയുന്നു അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്, അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അവർ ഫ്ലൈറ്റിൽ വന്നു, ബാക്കിയുള്ളവർ ട്രെയിനിൽ പോയി എന്നുള്ളത് വാർത്തയാകുന്നു. എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങളുണ്ട് എന്ന് പറയുന്നു, അതിൽ സത്യാവസ്ഥ ഉണ്ടോ? നിങ്ങളപ്പോൾ ഉള്ളവരിങ്ങനെ വാർത്ത കൊടുത്തു തുടങ്ങിയാൽ നിങ്ങൾ തന്നെ മറുപടി പറയണം. ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങളോ ശ്രീലേഖ ചേച്ചി ഒന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളല്ലേ പറയുന്നത്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഉത്തരം എൻ്റർ ചോദിച്ചാൽ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ എൻ്റെ ഉത്തരം കണ്ടെത്തിയോ? അതുപോലെ എല്ലാവരും ചോദിച്ച മറ്റ് നേതാക്കളോടടക്കം ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ശ്രീലേഖയെ മാറ്റി VV രാജേഷിനെ മേയറാക്കി എന്നുള്ളത്. അതിന് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്കുള്ള ഉത്തരം എന്തായിരിക്കും? എൻ്റെ കാര്യം അങ്ങനെ ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? എന്തിനാണ് ചോദിക്കുന്നത്? പാർട്ടി എടുക്കുന്ന തീരുമാനമല്ലേ. ആരെ മാറ്റിയിട്ടില്ല, മാറ്റണമെങ്കിലും ഒരാളാവണ്ടേ. ആദ്യമായിട്ടായ ഞാനല്ലേ. ഇന്നാരെ മാറ്റിയിട്ട് ഇന്നാരാക്കി എന്ന് പറയാനായിട്ട് ആദ്യമായിട്ടാവുന്ന ഞാനല്ലേ. ആരും മാറ്റില്ലല്ലോ. അതുപോലെ ആയിരുന്നല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ആദ്യം ആവുന്നത് ഞാനല്ലേ. പേരുകൾ സജീവമായിരുന്നല്ലോ, ശ്രീലേഖ ആയിരിക്കും വരിക എന്നൊക്കെ പറയുന്നു. പേരുകൾ സജീവമായി ഒരുപാട് പല പേരുകൾ വന്നിരുന്നു. പേരുകൾ സജീവമായിരുന്നു. അപ്പം അതിപ്പം രാവിലെ മുതൽ മാധ്യമങ്ങൾ മൈക്ക് കൊടുത്ത് ഓരോ പേരും കൊടുത്തു തുടങ്ങി. ഇപ്പം തന്നെ അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ ആരുടെ എല്ലാം പേര് അതെല്ലാം മണ്ഡലങ്ങളിൽ കൊടുക്കുന്നു, പിറ്റേ ദിവസം നിങ്ങളൊക്കെ തന്നെ മാറ്റി പറയും. ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഈ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പെരുകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ എങ്ങനെയായിരിക്കും? കേരളത്തിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് BJP ആണ്. നിയമസഭയിൽ BJP ചരിത്രം സൃഷ്ടിക്കും. തിരുവനന്തപുരത്തും എങ്ങനെയായിരിക്കും? അതിൻ്റെ നല്ല റിസൾട്ടായിരിക്കും. പ്രമുഖരെ ഇറക്കും എന്നടക്കമുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത് സജീവമായി പട്ടികകൾ ഇങ്ങനെ ഓരോ പേരുകൾ ഇറങ്ങുന്ന എല്ലാവരും പ്രമുഖരായിരിക്കും. അതാത് മണ്ഡലങ്ങളിൽ പ്രമുഖരായിരിക്കും ഇറങ്ങുന്ന എല്ലാവരും. അതുപോലെ തന്നെ ഇപ്പോൾ പല പദ്ധതികളും താങ്കളുടേതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പല വാർത്തകളും പുറത്തു വരുന്ന സമയങ്ങളിൽ ഒരു കമ്പാരിസൺ പൊതുവിൽ നടത്തും. മേയർ ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ താങ്കളുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു കമ്പാരിസൺ വരാൻ പോകുന്നത്. എങ്കിലും ജനങ്ങൾക്കിടയിൽ ഇറങ്ങുമ്പോൾ മുൻ മേയറെ പറ്റി താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നൊരു കാര്യം എന്തായിരിക്കും, താങ്കൾ കൂടെ പ്രവർത്തിച്ച ആളുകൂടി എന്ന നിലയിൽ? അല്ല, അവരുടെ പാർട്ടിയുടെ നയമനുസരിച്ച് അവരെ കൊണ്ട് കഴിയുന്നതുപോലെ അവർ പരിശ്രമിച്ചു. ഞാൻ എൻ്റെ പാർട്ടിയുടെ നയമനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. അത്ര തന്നെയാണ്. അവരിൽ നിന്ന് എന്തായിരിക്കും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ പോവുക എന്നുള്ള ചോദ്യത്തെ എന്തായിരിക്കും ഉത്തരം ഉണ്ടാവുക? അവരുടെ പാർട്ടി ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് കഴിയുന്നതുപോലെ അവർ ചെയ്യും. അതുപോലെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയങ്ങളിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു. അത് താങ്കളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിരുന്നു? ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റർ വരിക, സജീവമായി ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അത്തരത്തിൽ പോസ്റ്റർ വരിക, അത് ഏതെങ്കിലും തരത്തിൽ താങ്കളെ വിഷമിപ്പിച്ചിരുന്നു? ഞാനത് ശ്രദ്ധിക്കാറില്ല. പോസ്റ്ററുകളൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, ഇനിയും വരും. പോസ്റ്ററും വാർത്തയൊക്കെ ഇനിയും വരും. നിങ്ങൾ എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കും, നാളെ നിങ്ങൾ തിരിച്ചൊരു വാർത്ത കൊടുക്കുക, അതൊക്കെ വരും. പോസ്റ്റർ ഇൻ്റർവ്യൂ ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ പോസ്റ്റർ വരും, ഇൻ്റർവ്യൂ വരും, വാർത്ത വരും, അതൊക്കെ വരും. നമ്മൾ ധാർമ്മികമായിട്ട് നമ്മളെ പാർട്ടി ഏൽപ്പിച്ച് നമ്മളെ പാർട്ടി പഠിപ്പിച്ച കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചത് മുന്നാന്നാണ്. അത് മുന്നാന്ന് വിശേഷിപ്പിച്ച് എമ്പുരാനിലൊരു കഥാപാത്രം അത് നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയാണ് മുന്ന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെ പൊതുവിൽ മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിക്കാനുള്ളൊരു ശ്രമങ്ങൾ പൊതുവിൽ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? സുരേഷ് ഗോപിയോടുള്ള അസൂയുണ്ടോ?
അതേപോലെ അദ്ദേഹം ഒരു ആഠിത്യം കാണിക്കുന്നു, അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന തരത്തിലൊക്കെ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ താങ്കൾക്ക് എപ്പോഴെങ്കിലും സുരേഷ് ഗോപി മാത്രമല്ല, നരേന്ദ്രമോദി ടാർഗറ്റ് ചെയ്തില്ലേ, പണ്ട് ഓ രാജഗോപാൽ ടാർഗറ്റ് ചെയ്തില്ലേ, കുമ്മൻ രാജശേഖരനെയും കെ സുരേന്ദ്രനെയും പി എസ് ശ്രീധരൻപിള്ളയും പി കെ കൃഷ്ണദാസിനെയും വി മുരളീധരനെയും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നില്ലേ? അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്തതുപോലെ ആരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ അത് കേരളത്തിലെ മീഡിയയുടെയും ഇടത് വലത് മുന്നണികളുടെ ഒരുമിച്ചുള്ളൊരു സ്വഭാവമാണ്. അതൊരു പ്രശ്നമല്ല. ഈ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ താരമായിരുന്ന കോൺഗ്രസിനെ അനുകൂലിച്ച് ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം 2020 വന്നിട്ടുണ്ട്. അത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യും? അല്ല, 2020 ഇപ്പോൾ BJPയുടെ ഘടകകക്ഷിയാണ്. എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഗുണകരമാണ്. അത്തരത്തിലുള്ള ആളുകൾ വരുന്നത്, ഞാൻ പറഞ്ഞത്, ഞാൻ ആൾക്കാരിലേക്ക് പോകുന്നില്ല. 2020 BJPയുടെ ഘടകകക്ഷിയാണ്. ഒരു മുന്നണി സംവിധാനത്തിൽ ആലോചിച്ചെടുക്കുകയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആലോചിച്ചെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഗുണം ചെയ്യും. അതുപോലെ ഇപ്പോൾ ഒരു വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ട് അതിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീൻ ഭയങ്കര വിവാദമാകുന്നുണ്ട്. അത്തരത്തിലൊരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളാണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് നെഗറ്റീവായിട്ട് മാറും? നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതിൽ കൂടുതൽ പറയുന്നില്ല. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും BJP നേതാക്കൾക്ക് ബീഫിനോടൊരു വിരോധമുണ്ടോ? എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്ന്. എനിക്കറിയില്ല. ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട്. ഭക്ഷണം, ഏത് ഭക്ഷണം എവിടെയാണ് കിട്ടുന്നത് അത് അവർക്ക്, അവിടെ കിട്ടുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു തുടർഭരണം ഇനി ഉണ്ടായാൽ എന്തായിരിക്കും കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്? നാട് മുടിയും, കുട്ടിച്ചോറാവും. ഇത്രേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ട്? ഒരടിസ്ഥാനവുമില്ല. വട്ടപൂജയായിട്ട് മാറും. കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംവിധാനം ഉയർന്നു വരും. അതിൽ BJP പ്രധാന പങ്കുവഹിക്കും. കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പല യാത്രകളൊക്കെ നടക്കുകയാണ്. അവർ വലിയ പ്രതീക്ഷകളാണ് വയ്ക്കുന്നത്. അതിലൊന്നും ഒരു അർത്ഥം പരാജയത്തിലേക്കുള്ള യാത്രയായിരിക്കും. പരാജയത്തിലേക്കുള്ള യാത്രയാണത്. ഇത്രയും ഈ 5 വർഷം പിണറായി വിജയനെ സമ്പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവ്? ഈ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്നേ രാജിവെച്ച് പോയേനെ. പിണറായി വിജയന് പൂർണ്ണമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന B ടീമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമായിരുന്നു. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല എത്താൻ പോവുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയൊരു ആഘോഷം എന്ന രീതിയിൽ തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഇപ്രാവശ്യത്തെ ഒരു ഒരുക്കങ്ങൾ എങ്ങനെയാണ്? വളരെ നന്നായിട്ട് യോഗങ്ങൾ നടന്നിട്ടുണ്ട്, തയ്യാറെടുപ്പുകൾ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയൊക്കെ നേതൃത്വത്തിൽ യോഗം നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ദിവസം യോഗം വിളിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കോർപ്പറേഷൻ യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ക്ഷേത്ര ട്രസ്റ്റുമായിട്ട് കോർഡിനേറ്റ് വളരെ നല്ല പ്രവർത്തനം നടക്കും. അതുപോലെ ആര്യ രാജേന്ദ്രൻ അടക്കം ഇരിക്കുന്ന സമയത്ത് വിവാദമായിട്ടുള്ള ഒന്നായിരുന്നു ഈ ഓടകൾ വൃത്തിയാക്കുന്നത്, ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഒരാൾക്ക് മരണം വരെ സംഭവിച്ച വിഷയം. അതിലെന്താണ് പുതുതായി ഇപ്പോൾ നടത്താൻ താങ്കൾക്ക് സാധിക്കുന്ന എന്താണുള്ളത്? അല്ല, അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല. ആദ്യം ഈ ഓടകളിലേക്ക് ഒഴുക്കി വിടുന്ന ടോയ്ലറ്റ് വേസ്റ്റ് ഉണ്ട്, മറ്റ് സിവറേജ്, ഡ്രെയിനേജ്, ഇങ്ങനെയൊക്കെയുള്ള വേസ്റ്റ് ഉണ്ട്. ഇത് നിർത്തലാക്കണം. അത് നിർത്തലാക്കണമെങ്കിൽ ഒഴുക്കിയിടുന്നവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം. പെട്ടെന്നൊരു ദിവസം പോയിട്ട് അത് നിർത്തണം എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? അപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റം പലയിടത്തും ഇല്ല. അപ്പോൾ അവർക്കൊരു ഓൾട്ടർനേറ്റീവ് ആദ്യം കണ്ടുപിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കണ്ടുപിടിച്ചതിന് ശേഷം ഈ നദികളിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചതിന് ശേഷം ഈ നദികൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലീനായി മാറും. അതോടൊപ്പം തന്നെ ഇതേ സമയത്ത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള പ്ലാന്റ് ഉണ്ടാവണം. മാലിന്യ വലിച്ചെറിയക്കം അവസാനിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നദികളൊക്കെ തന്നെ വളരെ ശുദ്ധമായിട്ടുണ്ട് കിടക്കുക. അതിനുള്ളൊരു പരിശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഒരു ആശംസ ഇപ്പോൾ ഭയങ്കര വിവാദമാകുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു അങ്ങനെ ഞങ്ങൾ ആശംസ നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. മേയറായ സമയത്ത് ആശംസ നൽകിയതുമായി ബന്ധപ്പെട്ട് അത് ശരിക്കും ഒരു നെഗറ്റീവായി മാറിയോ? അല്ല, അതൊന്നും നെഗറ്റീവ് ഒന്നുമല്ല. അതായത് ഞാൻ മേയറായിട്ട് നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചിരുന്നു. കാരണം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഞാൻ സ്റ്റേറ്റ് ക്യാപിറ്റലിലെ മേയറാണ്, ആകാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ നോമിനേഷൻ കൊടുക്കുകയാണ്, ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി വിളിച്ചു, കിട്ടിയില്ല. അതിനുശേഷം മുഖ്യമന്ത്രി വന്നപ്പോഴേക്കും സെക്രട്ടറി എന്നെ തിരിച്ചു വിളിക്കുകയായിരുന്നു.
ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു വിളിച്ചത്. അപ്പോൾ എൻ്റെ ചുറ്റും കൂടിയിരുന്ന മാധ്യമങ്ങൾ ഞാൻ CM എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് കേട്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ CM രാജേഷിനെ വിളിച്ചു എന്ന് അവരങ്ങ് വാർത്ത കൊടുത്തു. ഞാൻ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ചു വിളിച്ചത്. മേയർ സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് ജയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. സ്വാഭാവികമില്ല, അതൊക്കെ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണിക്കുന്നൊരു അദ്ദേഹം വളരെ മുതിർന്ന ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹം ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അദ്ദേഹം സംസാരിച്ചു. അത് ഞങ്ങളുടെ ആശയം ഒരിക്കലും ഒരുമിച്ച് ചേർന്ന ആശയമല്ല, ഞങ്ങൾ ആശയപരമായിട്ട് ഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്നത് തന്നെ. പക്ഷേ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ്റെ മേയർ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയെ ചെന്ന് കാണേണ്ട ഉത്തരവാദിത്വമുണ്ട്, സംസാരിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, ആശയവിനിമയം നടത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അദ്ദേഹം അതിന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്നൊരു വർഷങ്ങളിൽ എങ്ങനെയായിരിക്കും താങ്കളുടെ ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്? പ്രത്യേകമായ എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ട്? ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മുടെ നാട് മാറുന്നതനുസരിച്ച്, സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നതനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതനുസരിച്ച് ഭരണാധികാരികളും മാറണം, അവരുടെ മാനസികാവസ്ഥയിലും മാറണം. അങ്ങനെ മാറുമ്പോൾ മാത്രമാണ് ഒരു നാടിന് വികസിത നാടായി മാറാൻ പാടുന്നത്. ഞങ്ങൾക്ക് 2047 എന്നൊരു ലക്ഷ്യം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി 100 വർഷം കഴിയുമ്പോഴേക്കും ലോകത്തിൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്ന രാഷ്ട്രമായിട്ട്, ലോകത്തെ നയിക്കുന്ന രാഷ്ട്രമായിട്ട് ഭാരതം മാറണം. സാമ്പത്തിക രംഗത്ത്, സൈനിക രംഗത്ത്, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ തന്നെ ഭാരതം ഏറ്റവും മികച്ച സംഭാവന ചെയ്യുന്ന രാഷ്ട്രമായിട്ട് ഭാരതം മാറണമെങ്കിൽ ഭാരതത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളും അങ്ങനെ മാറണം. അങ്ങനെ മാറുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നെന്നുള്ളതിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിൽ മാറിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പട്ടണങ്ങളൊന്ന് തിരുവനന്തപുരമാണ്. നമ്മുടെ വിഴിഞ്ഞം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ അതിനെ പരമാവധി ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തന പദ്ധതി. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ച സമയത്തുണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നത് തലസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ. അങ്ങനെ തന്നെ ഇതിനെ വിലയിരുത്താൻ പറ്റിയ ഒരു അങ്ങനെയുണ്ട്. CPMൻ്റെ 45 വർഷത്തെ ഭരണപരാജയം, അവരുടെ ധാർഷ്ട്യം, അഴിമതി, ഇതിനൊക്കെ എതിരായിട്ട് ഒരു ജനവികാരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, ലക്ഷ്യങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യം തോന്നി, വിശ്വാസം തോന്നി. ആ കോൺഫിഡൻസാണ് വോട്ടായിട്ട് മാറിയത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ? ഒരു പൊതുപ്രവർത്തകൻ അവന് ചുറ്റും ജീവിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, അവരുടെ സന്തോഷം മനസ്സിലാക്കണം, അവരുടെ സങ്കടം മനസ്സിലാക്കണം. എന്നിട്ട് അത് പരിഹരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം വരുമ്പോൾ ഒപ്പം നിൽക്കാൻ, അവരുടെ വേദനകൾ പരിഹരിക്കാൻ അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ സാധിക്കുമോ സത്യസന്ധമായി, സുതാര്യമായി, ആത്മാർത്ഥമായി ഇടപെടണം. അതുതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഞാൻ അടിയോരായിട്ട് പറയുന്നു, ഉറച്ചു നിന്നുകൊണ്ട് ഇത് പരിഹരിക്കാൻ വേണ്ടി പരമാവധി ഇടപെടണം. അതുതന്നെയാണ് ഞാൻ മാതൃകയാക്കാൻ ശ്രമിക്കുന്നത്. കൗതുകത്തോടെയുള്ളൊരു ചോദ്യമാണ്. ഇപ്പം മേയർ എന്ന് പറയുമ്പോൾ ഒരു മേയർക്ക് എത്രയായിരിക്കും ശമ്പളം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മേയർക്കുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയാൻ പറ്റും? മേയർക്ക് മുൻപ് 13,000 രൂപയായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അക്കൗണ്ട് നോക്കിയിട്ടില്ല, കഴിഞ്ഞ മാസമൊക്കെ എത്ര വന്നു ഞാൻ നോക്കിയിട്ടില്ല. ഞാനത് എൻ്റെ ഓഫീസിലൊരു സ്റ്റാഫുണ്ട്, ആ കുട്ടിക്ക് ചെക്ക് എഴുതി ഈ 5 വർഷവും അതിൽ നിന്നൊരു നിശ്ചിത എമൗണ്ട് അവർക്ക് ശമ്പളമായിട്ട് പോകും. എൻ്റെ വാർഡിൽ ഓഫീസുണ്ട്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി എന്താണ് അക്കൗണ്ടിൽ വന്നതെന്ന് ഇതുവരെ നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. 13,000 ആയിരുന്നു, സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ആനുകൂല്യം എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല. ഇപ്പോൾ കൗൺസിൽ നടക്കുന്ന ദിവസം എന്തോ ചെറിയൊരു ആനുകൂല്യമുണ്ട്, അതൊക്കെ ശമ്പളത്തിൽ കൂടെ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് പോകും. പിന്നെ മേയറായി കഴിഞ്ഞാൽ വാഹനം ഉണ്ട്, ഡ്രൈവറുണ്ട്, ഫ്യൂവലിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഇവിടെ കോർപ്പറേഷനിൽ ക്യാൻറ്റീനുണ്ട്, ഫുഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം. മറ്റ് ഒഫീഷ്യൽ യാത്രകൾക്കൊക്കെ തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തരും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അതിലപ്പുറം എന്തുണ്ടെന്ന് അന്വേഷിച്ചിട്ടില്ല. ഓക്കെ.